ചൂടിനു മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ഞങ്ങൾക്കിനിയും പൊരുതാൻ വയ്യെന്നും പറഞ്ഞ് സേന വിട്ട് ജീവനും കൊണ്ടോടുകയാണ് ഉക്രൈൻ സൈനികർ. അതോ ഒന്നോ രണ്ടോ സൈനികരുടെ കണക്കല്ല ഞാൻ ഈ പറയുന്നത്. അതായത് 10,000-കണക്കിന് സൈനികരാണ് ഇത്തരത്തിൽ ഓടി അകലുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉക്രൈനിയൻ സൈനികർ ക്ഷീണിതരും അവശരുമാണ്. സൈനിക കമാൻഡർമാരുടെയും സൈനികരുടെയും അഭിപ്രായത്തിൽ മുഴുവൻ യൂണിറ്റുകളും അവരുടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ചു. പ്രതിരോധ നിരകൾ ദുർബലമാവുകയും പ്രാദേശിക നഷ്ടങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. ചിലരാകട്ടെ മെഡിക്കൽ ലീവ് എടുത്തു പോവുകയും പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരിക്കലും മടങ്ങി വരാറുമില്ല. യുദ്ധത്തിന്റെ ആഘാതങ്ങളാൽ വേട്ടയാടപ്പെടുകയും വിജയത്തിന്റെ ഇരുണ്ട സാധ്യതകളാൽ നിരാശപ്പെടുകയും ചെയ്യുകയാണ്. മറ്റു ചിലരാകട്ടെ കമാൻഡർമാരുമായി ഏറ്റുമുട്ടുകയും ഉത്തരവുകൾ നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉക്രൈൻ സൈന്യത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തുടർന്നാൽ അധികം വൈകാതെ തന്നെ യുദ്ധചിത്രത്തിൽ നിന്നും ഉക്രൈൻ മായും എന്നേക്കുമായി. എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ റഷ്യയോട് പൊരുതി നിൽക്കാനാകാത്ത പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉക്രൈൻ സേനയെ പ്രധാനമായും അലട്ടുന്നത്. ഇതിനു പുറമെ പുതുതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തവരെല്ലാം തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്നതും ഇപ്പോൾ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി ഉക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൈന്യത്തിലേക്ക് വേണ്ടത്ര ആളുകൾ ലഭിക്കാതായതോടെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ ഉൾപ്പെടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് സെലൻസ്കി ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. സെലൻസ്കി സർക്കാരിന്റെ സൈനിക പരാജയത്തെക്കുറിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 2022-23 കാലഘട്ടത്തേക്കാൾ ഇരട്ടിയിലധികം ഉക്രൈൻ സൈനികർ 2024 ഒളിച്ചോടിയതായിട്ടാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ 60,000 ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് ശ്രദ്ധേയമായ വിവരം എന്ന് പറയുന്നത്. ഉക്രൈൻ സേനയിലെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൈനികർ തങ്ങളുടെ സേവനമൊക്കെ മതിയാക്കി ഒളിച്ചോടുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനു വരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഫലമായി ഉക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നതും. പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സെലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷിയെയും കരുത്തിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒളിച്ചോടും പലർക്കും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായിട്ട് മാറിയിരിക്കുകയാണത്രേ. 2024 ഉക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം വരെ മാറ്റിയിരുന്നു. അതേസമയം ഉക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ പുതുതായി സേനയിൽ ചേരുന്ന 50% മുതൽ 70% വരെയുള്ള സൈനികർ 10 ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ സൈനികരിൽ ഭയം ഉണ്ടാക്കുകയും കൂട്ടത്തോടെ ഇവർക്ക് ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ വരെ അവരെത്തിക്കുകയും ചെയ്യുകയാണ്. ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായ ഒളിച്ചോട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ഓരോ മാസവും ശരാശരി 12 ഉക്രൈൻ സൈനികർ ഒളിച്ചോടുന്നുവെന്നത് മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളെയാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നിർബന്ധമായി സൈനിക സേവനത്തിലേക്ക് തള്ളിയിടുക, അതിനൊപ്പം തന്നെ ഇത്രത്തോളം കൊലപാതക കണക്കുകളൊക്കെ അവരെ ഞെട്ടിപ്പിക്കും. ജീവനിൽ കൊതിയുള്ളവർ ആരായാലും ഇതുപോലെ ഓടിപ്പോകും. അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റുന്നില്ല. എന്തായാലും നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ ഉക്രൈൻ സായുധ സേനയ്ക്ക് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം 2 ലക്ഷം സൈനികർ സേനയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉക്രൈനിയൻ MP അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ സായുധ സേനയിൽ നിലവിൽ 3,50,000 സൈനികർ സജീവമായി യുദ്ധമുഖത്തുണ്ടായിട്ടും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് ഉക്രൈൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. എന്നിട്ടോ സെലൻസ്കി യുദ്ധം നിർത്താനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ഇല്ല. അതായത് ഇപ്പോഴും അവർ അമേരിക്കയുടെ കളിപ്പാവകളായിട്ട്, ബൈഡൻ ഭരണകൂടത്തിന്റെ കളിപ്പാവിയായിട്ട് സെലൻസ്കി തുടർന്നു പോവുക തന്നെയാണ് ചെയ്യുന്നത്. സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനം അനുഷ്ഠിക്കലും ഉക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. ബൈഡന്റെ യുദ്ധക്കൊതി കൊണ്ട് എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ദിവസവും അറിയുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഉക്രൈൻ സൈന്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാനവ വിഭവശേഷിയുടെ കുറവ് സാങ്കേതികമായും മാനസികമായും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദൈർഘ്യമേറിയ സേവനം അനുഷ്ഠിച്ച നാറ്റോ സൈനികർ
സൈനിക വിഭാഗങ്ങൾ കഴിഞ്ഞ വർഷമുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലായതായി സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം സേനയ്ക്ക് ആവശ്യമായ സൈനികരുടെ അഭാവത്തെ തുടർന്ന് ഉക്രൈൻ സേന തെരുവുകളിൽ നിന്ന് സൈന്യത്തിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അന്തർ, ബധിരർ അല്ലെങ്കിൽ എന്നിവരെയൊക്കെയാണ് യുക്രൈൻ സേനയിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈൻ സേനയ്ക്ക് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ്. വരും മാസങ്ങളിൽ 1,60,000 പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് ഉക്രൈൻ പ്രതിരോധ സേന ശ്രമിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25 വയസ്സിൽ നിന്ന് 18 കുറയ്ക്കാൻ അമേരിക്ക, അങ്ങനെ പറഞ്ഞ പോലെ ബൈഡൻ ഭരണകൂടം ഉക്രൈൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഒന്ന് പറയാതെ വരിക, സെലൻസ്കി എന്ന അമേരിക്കയുടെ കളിപ്പാവ സ്വന്തം രാജ്യത്തെ ബലി കൊടുത്തുകൊണ്ടാണ് സ്വന്തം വാശി നടപ്പിലാക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ അധിനിവേശം നടത്തിയതിനു ശേഷം ഉക്രൈനിന്റെ ഒളിച്ചോട്ട നിയമപ്രകാരം 1,00,000 സൈനികർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് രാജ്യത്തിന്റെ ജനറൽ പ്രോസിക്യൂട്ടർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും സമ്മതിക്കുന്ന ആക്രമണാത്മകവും വിവാദപരവുമായ മൊബിലൈസേഷൻ ഡ്രൈവ് കീവ് ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ വർഷം മാത്രം പകുതിയോളം AWOLലേക്ക് പോയിട്ടുണ്ട്. മൊബിലൈസേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 3,00,000 ഉക്രൈനിയൻ സൈനികർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ തന്നെ ഇത് ഏതളവിലും അമ്പരപ്പിക്കുന്ന ഉയർന്ന സംഖ്യയാണ്. കൂടാതെ ഒളിച്ചോടിയവരുടെ യഥാർത്ഥ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഒരു സൈനിക വിദഗ്ധൻ ഇത് 2,00,000 വരെ ആകാമെന്ന് കണക്കാക്കിയിട്ടുമുണ്ട്. അതായത് ഇങ്ങനെ പോയ പലരും മെഡിക്കൽ ലീവ് അനുവദിച്ചതിനു ശേഷം മടങ്ങി വരുന്നില്ല. യുദ്ധത്തിന്റെ സ്ഥിരതയാൽ അസ്ഥി തളർന്ന അവർ മാനസികമായും വൈകാരികമായും മുറിവേറ്റവരാണ്. യുദ്ധം ചെയ്യാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതിനാൽ അവർക്ക് കുറ്റബോധം തോന്നുകയാണെന്നാണ് പറയുന്നത്. യുദ്ധശ്രമം എങ്ങനെ നയിക്കപ്പെടുന്നു എന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ അവരുടെ ആ മാനസിക സമ്മർദ്ദം, അത് വിജയിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന നിരാശ, ഇതൊക്കെ അവരെ ബാധിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം എടുത്തു നോക്കിയാൽ റഷ്യയെ ഏത് വിധേനയും പ്രകോപിപ്പിച്ച് ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് കൂടി ആയതോടെ ഈ പശ്ചാത്തലത്തിൽ ഉക്രൈൻ പിന്നീട് പുടിന്റെ കയ്യിൽ ഞെരിഞ്ഞവരും എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ പിന്നീട് പുടിൻ നേരിടുന്നത് നാറ്റോ സഖ്യത്തെ തന്നെയായിരിക്കും. അതോടെ നാറ്റോയുടെ കാര്യവും തീരുമാനമാകും. ആർട്ടിക് മേഖല കീഴടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് വില കൊടുത്തും തങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് റഷ്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അതിൽ പിന്നെ ഒരു സംശയമേ വേണ്ടല്ലോ. റഷ്യയുമായുള്ള പിരിമുറുക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ, ബ്രിട്ടീഷ്, ഡച്ച് നാവികർക്ക് പരിശീലനം നൽകുന്നതിനായി ഒരു പുതിയ നാറ്റോ ആംഫിബിയൻസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ നോർവേ പദ്ധതിയിടുന്നതായുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മർമാൻസ്കിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള സൊറേസ മുനിസിപ്പാലിറ്റിയാണ് പുതിയ ഹബ്ബ് സൃഷ്ടിക്കുന്നത്. പുതിയ കേന്ദ്രം നാറ്റോ ഉദ്യോഗസ്ഥർക്ക് ആർട്ടിക് സാഹചര്യങ്ങളിൽ പരിശീലനം നൽകാനും കര അല്ലെങ്കിൽ കടൽ, വ്യോമസേനകൾ തമ്മിലുള്ള അടുത്ത സഹകരണവുമാണ് ലക്ഷ്യം. ഈ വാർഫെയർ സെന്റർ 2026 പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം നോർവേയിൽ പുതിയ നാറ്റോ ആംഫിബിയൻസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ സൈനിക സാന്നിധ്യവും ഉയർന്ന പങ്കും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്. മർമാൻസിലെ പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾക്ക് സമീപം ഇത് സ്ഥാപിക്കുന്നത് നാറ്റോയുടെ ആഗോള സൈനിക തന്ത്രത്തിൽ ആർട്ടിക് മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നു. പുതിയ കേന്ദ്രം നാറ്റോ സൈനികരുടെ ആർട്ടിക് അടിസ്ഥാനപരമായ പരിശീലനത്തിന് മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിലുള്ള സമന്വയവും അത്തരം സാഹചര്യങ്ങളിൽ ഉയർന്ന ചലനക്ഷമത ഉറപ്പാക്കുന്നതിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കര, കടൽ, വ്യോമസേനകൾ തമ്മിലുള്ള അടുക്കും ഏകോപനവുമുള്ള പരിശീലനങ്ങൾ മികച്ച തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനവുമായിരിക്കും. 2026 പൂർണ്ണ പ്രവർത്തനക്ഷമമാകുമെന്ന നിബന്ധന നാറ്റോയുടെ ദീർഘകാല തന്ത്രപരമായ പദ്ധതി ചർച്ചകളുടെ ഭാഗമാണെന്നും അമേരിക്ക, ബ്രിട്ടൻ, ഡച്ച് നാവികരുടെ പങ്കാളിത്തം വലിയ അന്തർദേശീയ സഹകരണത്തിനും സൈനിക സജ്ജീകരണത്തിനും സഹായകരമാണെന്നും കരുതപ്പെടുന്നു. ആർട്ടിക് മേഖലയിൽ നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രതിരോധ സജ്ജീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ലോകത്തെ ഏത് പ്രതിസന്ധിയിലും നോർവേയും നോർഡിക് രാജ്യങ്ങളും നാറ്റോയും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അതിനായി സേനകൾ ഒരുമിച്ച് പരിശീലിക്കണമെന്നും നോർവേ പ്രതിരോധ മന്ത്രി ജോൺ അരിൽഡ് ഗ്രാം പറയുന്നു. നോർവേയിൽ സഖ്യകക്ഷികളുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ജോൺ പറയുന്നുണ്ട്. 2024 മുതൽ 36 വരെ സൈന്യത്തിനായി $54 ബില്യൺ ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധ ചെലവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നോർവീജിയൻ സർക്കാർ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർഫെയർ സെന്ററുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനും ഇരട്ടി തുകയാണ് പുതിന്റെ പുതിയ സൈനിക ബജറ്റ് എന്നത് കാര്യം ശ്രദ്ധേയമാണ്. ഇതൊന്നും പുതിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഏതായാലും പുതിയ നാറ്റോ ആംഫിബിയൻസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കം പ്രാദേശികവും ആഗോളവുമായി സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ്
കണക്കാക്കുന്നത്. മർമാൻസ്കിന് സമീപത്തുള്ള ഈ കേന്ദ്രം ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ സാന്നിധ്യം ശക്തമാക്കും. നാറ്റോ രാജ്യങ്ങളിലെ സൈനികർക്ക് പ്രാദേശിക കാലാവസ്ഥയും അന്തരീക്ഷവും പഠിക്കാൻ ഇത് സഹായകരമാകും. ഇതിന്റെ ഭാഗമായി ദീർഘദൂര എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, ഹോം ഗാർഡുകളുടെ എണ്ണം 45,000 ഉയർത്തൽ, ബ്രിഗേഡ് പുനഃസംഘടന എന്നിവ ഇതിനോടൊപ്പം നടത്താൻ നോർവേക്ക് പദ്ധതിയുമുണ്ട്. അതേസമയം റഷ്യ നാറ്റോ രാജ്യങ്ങളുടെ നിലപാടിനെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിട്ടുമുണ്ട്. ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ ഇടപെടൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതോടെ സൈനിക സാന്നിധ്യവും പ്രവർത്തനങ്ങളും റഷ്യ നാറ്റോ തർക്കം കൂടുതൽ രൂക്ഷമാകാൻ ഇടയാക്കുമെന്ന ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. ആർട്ടിക് മേഖലയിലെ ഗതാഗത സാമ്രാജ്യത്തെ സൈനിക തന്ത്രപരമായ പ്രാധാന്യം ഉറപ്പാക്കാനുള്ള നാറ്റോയുടെ നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഉക്രൈൻ റഷ്യ ചിത്രത്തിൽ നിന്നും ഉക്രൈൻ അധികം വൈകാതെ തന്നെ തുടച്ചു നീക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ബൈഡന്റെ യുദ്ധക്കൊതി വരുത്തിവെച്ച വിന എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒപ്പം സെലൻസ്കിയുടെ മണ്ടത്തരവും. എല്ലാം നഷ്ടപ്പെട്ടത് പക്ഷേ ആ സാധാരണക്കാരായ ജനതയ്ക്കുമാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.